ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഇൻട്രാഡേയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. നമ്മുടെ മാർക്കറ്റിൽ നോർമലായിട്ട് നമ്മൾ മാർക്കറ്റിനെ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പോൾ പൊതുവേ ഇൻട്രാഡേയിൽ സക്സസ് നേടാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ഒരു ടെക്നിക്ക് ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റബിളാക്കി മാറാനായിട്ട് ചിലപ്പോൾ കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ടെക്നിക്ക് എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ നമ്മൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും പല രീതിയിലുള്ള സ്ട്രാറ്റജി നമ്മൾ സ്റ്റോക്ക് സെലക്ഷന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രേഡിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നമ്മുടെ സ്ട്രാറ്റജി ഏത് സ്റ്റോക്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ട്രേഡിങ്ങിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും എല്ലാ സ്ട്രാറ്റജിയും വർക്ക് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ്, പക്ഷേ എല്ലാ സ്റ്റോക്കിലും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്ന സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. അപ്പോൾ അതിൻ്റെ സക്സസ് എങ്ങനെ എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഓവറോളുള്ള ട്രേഡിൻ്റെ ഔട്ട്കം എങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്, നമ്മളിപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളെ പ്രെഡിക്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്ക് ഞാൻ പറയാം. അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമുക്ക് ഒന്നുകിൽ ടോപ്പ് ഗെയിനർ ആയിരിക്കും. ടോപ്പ് ഗെയിനർ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സെക്ടറിലുള്ള എല്ലാ തീമിലുള്ള എല്ലാ സ്റ്റോക്കുകളും ഉണ്ടാവും. അതും മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ഒരുപാട് മൂവ് ചെയ്യുന്ന സ്റ്റോക്ക്, കുറച്ച് മൂവ് ചെയ്യുന്ന സ്റ്റോക്ക്, അങ്ങനെയുള്ള എല്ലാ ഒരു തരത്തിലുള്ള സ്റ്റോക്കുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ന്യൂസ് വരുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ സ്ട്രാറ്റജി ആ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ അങ്ങനെ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ട്രേഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പഠിക്കാനായിട്ട് എളുപ്പത്തിന് ഏത് ഡയറക്ഷൻ മൂവ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേറൊരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ട്രേഡ് സ്റ്റോക്ക് ആസ് എ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിലുള്ള സ്റ്റോക്കുകൾ, അതായത് നമുക്ക് പല സ്റ്റോക്കുകളുടെ പല ഗ്രൂപ്പുണ്ട്. അതായത് ഇപ്പോൾ നിഫ്റ്റി 50 ഉണ്ട്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സ്റ്റോക്സ് ഉണ്ട്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുണ്ട്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ പല ദിവസങ്ങളും ഈ ഒരു സ്റ്റോക്കുകൾ ആ ഒരു അപ്പോൾ തന്നെ സെക്ടറുണ്ട്, മെറ്റൽ സെക്ടറുണ്ട്, FMCG സെക്ടറുണ്ട്, ബാങ്കിങ് സെക്ടറുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റി എന്നൊക്കെ പറയുന്നത് എല്ലാ സെക്ടറും കൂടിച്ചേർന്നതാണ്. ഓരോ സെക്ടറിനും ഓരോ വെയിറ്റേജ് ഉണ്ടാവും. അതും ഓരോ സെക്ടറിൻ്റെ വെയിറ്റേജിൻ്റെ പോലെ തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിനും വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റി 50യുടെയോ മറ്റ് ഇൻഡീസസിൻ്റെയോ ഒക്കെ ഒരു നല്ലൊരു ഭാഗം ആ ഒരു സ്പെസിഫിക് വെയിറ്റേജ് കൂടുതലുള്ള സ്റ്റോക്കിന് അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 50 അല്ലെങ്കിൽ 1% മുകളിലേക്ക് പോയ ഒരു മാർക്കറ്റ്, നിഫ്റ്റി 50 മുകളിലേക്ക് പോയ ഒരു മാർക്കറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല സെക്ടറും ചിലപ്പോൾ ഡൗൺ വന്നിട്ടുള്ള സെക്ടേഴ്സും ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ അന്ന് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആ ഡൗൺ വന്ന സെക്ടർ അല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അപ്പ് വന്ന സെക്ടറിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്ടർ ബേസിൽ നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ സക്സസ് റേറ്റ് നമുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ലുക്ക് ഫോർ ഹയസ്റ്റ് പെർസെൻറ്റേജ് മൂവേഴ്സാണ്. അതായത് ഓരോ സെക്ടർ ബേസിൽ, ഇപ്പോൾ ബാങ്കിങ് സെക്ടറോ അല്ലെങ്കിൽ FMCG സെക്ടറിലോ എടുത്തിട്ട് നമ്മൾ അതിൽ ഹയസ്റ്റ് മൂവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കിയുള്ള, അതായത് നമുക്ക് ഹയസ്റ്റ് മൂവേഴ്സ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു സെക്ടറിൻ്റെ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. ചില സമയങ്ങളിൽ കുറേ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകും, കുറേ സ്റ്റോക്കുകൾ താഴേക്ക് വരും. അത് ഒരു ന്യൂട്രൽ സെക്ടർ ആയിരിക്കും. അതായത് സെക്ടർ ബേസിൽ ഒരു പ്രത്യേകിച്ച് ഡയറക്ഷനിൽ മൂവ് ചെയ്യാത്ത സെക്ടർ ആയിരിക്കും അത്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ഉള്ളതെല്ലാം ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ മിക്കവാറും ഉള്ളതെല്ലാം അപ്പായിരിക്കും. അങ്ങനെ വരുന്ന കേസുകളിൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് സെക്ടർ നമുക്ക് മിക്കവാറും വരുന്ന സ്റ്റോക്കുകൾ ഡൗൺ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് വിശദമായിട്ട് എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഹയസ്റ്റ് മൂവ്മെൻറ്റുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത ശേഷം അതിനകത്ത് നമ്മൾ സെർച്ച് സ്റ്റോക്ക് ഇൻ ദാറ്റ് സെക്ടർ, അതായത് ആ ഒരു സെക്ടറിനകത്ത് വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് റേറ്റ് കുറച്ചുകൂടെ കൂടുതലായിട്ട് വരാൻ സാധ്യത. അതായത് നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ VBL ഡൗൺ 3.96%. ഇന്നത്തെ ഒരു മാർക്കറ്റ് ക്ലോസ് ആണിപ്പോൾ. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ മാർക്കറ്റ് ക്ലോസ് ആണെങ്കിലും മാർക്കറ്റുള്ള സമയത്താണെങ്കിലും കണ്ടീഷൻസ് ഇതൊക്കെ തന്നെയാണ് അപ്ലൈ ആവുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് VBL ഡൗൺ 3.96% ഡൗൺ ആണ്. ഈ VBL എന്ന് പറയുന്നത് FMCG സെക്ടറിൽ വരുന്ന സ്റ്റോക്കാണ്. അപ്പം നമ്മൾ VBL 3.96% ഡൗൺ ചെയ്യുക, ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സെക്ടറിൽ പോയി നോക്കണം. ആ സെക്ടർ ഡൗൺ
ട്രെൻഡിലാണോ അതോ VBL മാത്രം ഡൗൺ ആയിട്ട് ബാക്കിയെല്ലാ സ്റ്റോക്കുകളും ആ സെക്ടറിൽ അപ്പാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ടർ അപ്പാണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് NSEയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനേ പറ്റും. അതായത് ഏതൊക്കെ സെക്ടറിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാണ് NSEയുടെ വെബ്സൈറ്റ്. ഇത് ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടാൽ അറിയാം, FMCG സെക്ടർ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റി സ്റ്റോക്ക് വാച്ച് ഇതിൽ നമുക്ക് പല സെക്ടർ നമുക്ക് അവൈലബിൾ ആണ്. നിഫ്റ്റി 50, നെക്സ്റ്റ് 50, മിഡ് ക്യാപ്പ്, അതുപോലെ ബാങ്ക്, എനർജി, ഫിനാൻഷ്യൽ സർവീസ്, FMCG എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാടെണ്ണം അവൈലബിൾ ആണ്. അതിൽ FMCG ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി വെറുതെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സെക്ടറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് പെർസെൻറ്റേജ് ചേഞ്ച് മൂവ്മെൻറ്റ് അറിയാൻ പറ്റുന്നത്. ഈ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ടോപ്പിലെ സ്റ്റോക്ക് കിടക്കുന്നത് ജുബിലൻ്റ് ഫുഡാണ്. അപ്പോൾ അത് ഒരു 1.99% മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ITC അതിന് തൊട്ട് പിറകിൽ 1.13% മുകളിലേക്കാണ്. പക്ഷേ മിക്കവാറും സ്റ്റോക്കുകളും ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു ഡൗൺ ഒരു മൂവ്മെൻറ്റിലാണ്, അതായത് റെഡിലാണ് കാണുന്നത്. പക്ഷേ ആ ഒരു റെഡിൽ കാണുന്ന മിക്കവാറും സ്റ്റോക്കുകളും വലിയൊരു മൂവ്മെൻ്റ് ഇല്ല. ഒരു സ്മോൾ 1%-അകത്തുള്ള സ്റ്റോക്കുകളാണ് കൂടുതൽ. ഈ 0.79%, അതായത് മക്ഡവൽ N വരെ നമുക്ക് 1%-അകത്ത് മൂവ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കുകളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെയാണ് കൂടുതലുള്ളത്. മുകളിൽ ഒരു 2 സ്റ്റോക്ക് മുകളിൽ പോയിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് താഴേക്ക് വന്നിട്ടുണ്ട് അതിനേക്കാൾ. അപ്പോൾ ഓവറാൾ ഒരു ആൾമോസ്റ്റ് ഒരു ന്യൂട്രൽ പോലെ ആണെങ്കിലും ഡൗൺ തന്നെയാണ് ഈ ഒരു സെക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ടറിൽ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഞാനത് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിനേക്കാളും ബെറ്റർ സെക്ടർ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ബാങ്കിങ് സെക്ടർ നോക്കുമ്പോൾ എല്ലാം ഡൗൺ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് സെക്ടർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ആ ഒരു സെക്ടർ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കേണ്ട കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും നല്ല സെക്ടർ, ഏറ്റവും ഒരു ഡയറക്ഷനിൽ തന്നെ പോകുന്ന ഏതെങ്കിലും ഒരു സെക്ടർ അന്നത്തെ ദിവസത്തിന് ട്രേഡ് ചെയ്യാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്തത് പറയാൻ പറ്റും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ സെക്ടർ എടുത്തിട്ടുള്ളത്. ഇതിലാണ് നമുക്ക് VBL നമുക്ക് കണ്ടാൽ അറിയാം. ഒരു VBL ഇത് 3.96% ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. തൊട്ട് പുറകിലായിട്ടുള്ള ഗോദ്രേജ് CP, ഇമാമി ലിമിറ്റഡ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് VBL നമ്മൾ ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് സെല്ല് ചെയ്യാനായിട്ട് ശ്രമിക്കും. അല്ലാന്നുണ്ടെങ്കിൽ റീട്രേസ്മെൻറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. റീട്രേസ്മെൻറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ശേഷം ആ റീട്രേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയ ശേഷം പിന്നും ഒരു ട്രെൻഡ് ഡൗൺ വരുന്ന സമയത്ത് നമ്മൾ ഒരു VBL ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്നത് ഇപ്പോൾ ഇതിനെ ഒന്നും നമുക്ക് വർക്ക് ചെയ്യുന്നില്ല, വളരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കൂടിയുണ്ട്. അതായത് സ്റ്റോക്ക് നമ്മൾ കണ്ടാൽ അറിയാമല്ലോ, ഈ ഒരു ഗ്രൂപ്പായിട്ടാണ്, അത് ആ ഒരു സെക്ടർ മുഴുവൻ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതുവരെയും വലിയൊരു മൂവ്മെൻറ്റ് നടത്താത്ത വേറൊരു സ്റ്റോക്കിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എന്നാൽ മൂവ്മെൻറ്റ് നടത്താൻ റെഡി ആയിട്ടുള്ള, അപ്പോൾ എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ച് മൂവ്മെൻറ്റ് നടത്തണമെന്നില്ല. അപ്പോൾ നമ്മൾ 1-2 അല്ലെങ്കിൽ ആ സെക്ടർ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇതൊരു മൊത്തം റെഡ് ആയിട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റോക്ക് ആ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ VBL ട്രേഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിന് അടുത്ത് നിൽക്കുന്ന മറ്റ് സ്റ്റോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് ഏറ്റവും മുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ജുബിൽ ഫുഡ് എടുക്കാം. പറയാൻ പറ്റില്ല, കാരണം ജുബിൽ ഫുഡ് മുകളിൽ 3% മുകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുകളിൽ നിന്ന് ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിലോ അത് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഗ്യാപ്പ് അപ്പൊക്കെ ആയിട്ട് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ ഒരു കേസിൽ നമുക്ക് ജുബിൽ ഫുഡാണ് ഏറ്റവും നല്ല ട്രേഡ്. കാരണം ഇപ്പോൾ ഈ നിൽക്കുന്ന 1.99% ഫുള്ളും കവറായി താഴേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ വലിയൊരു പ്രോഫിറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ടോപ്പിൽ നിൽക്കുന്ന സ്റ്റോക്ക് ഓരോന്നായിട്ട് നമുക്ക് മാർക്കറ്റ് വാച്ചിൽ ആഡ് ചെയ്ത് അതിൻ്റെ ചാർട്ട് പാറ്റേൺസ് എടുത്ത് നോക്കണം, എങ്ങോട്ടാണ് അതിൻ്റെ ജനറൽ ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് താഴെ വരുമ്പോൾ അഥവാ ജുബിൽ ഫുഡ് നല്ലതല്ല, നമുക്ക് ഓപ്പോസിറ്റാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത് ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒരു ക്ലിയർ ഡയറക്ഷൻ. ഇതിപ്പോൾ ക്ലിയർ ഡയറക്ഷനിലുള്ള ഒരു ട്രെൻഡ് എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ഡയറക്ഷനിലെ സെക്ടർ ആദ്യം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. തിരഞ്ഞെടുത്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ ഏറ്റവും അനുയോജ്യമായ സെക്ടർ തിരഞ്ഞെടുക്കുക. ആ ഒരു സെക്ടർ തിരഞ്ഞെടുപ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ താഴേക്ക് വരിക. അതായത് ജുബിൽ ഫുഡ് ഏറ്റവും ഹൈയസ്റ്റ് ആ ഒരു സെക്ടറിനെതിരെ മൂവ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അത് താഴേക്ക് വരാൻ തുടങ്ങിയെന്ന് നമുക്ക് അറിയേണ്ടത്. അത് തുടങ്ങിയിട്ടില്ല, അത് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോക്ക് നമ്മൾ ഒഴിവാക്കുക. തൊട്ടടുത്ത് ITC നോക്കുക. അതും വന്നില്ലെങ്കിൽ മാരിക്ക് നോക്കുക. അതുപോലെ
താഴേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മളെ കണ്ടീഷൻസ് മെറ്റാവുന്ന താഴേക്ക് വരാൻ റെഡി ആയിട്ടുള്ള ഈ ഡൗൺ ട്രെൻഡിലുള്ള എന്നാൽ താഴേക്ക് ഒരുപാട് മൂവ്മെൻറ്റ് ഇതുവരെ നടത്താത്ത ഇനി നടത്താൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ജുബിൽ ഫുഡും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളും നോക്കി നോക്കാം. ഞാനിപ്പോൾ കാര്യങ്ങൾ വലിച്ചയക്കുന്നില്ല. സംഭവം ഞാൻ ചെക്ക് ചെയ്തതിൽ ജുബിൽ ഫുഡ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ട്രേഡ് എടുക്കില്ല. നമ്മൾ താഴേക്ക് വരുമ്പോൾ ITCയും മാരിക്കോയും ബ്രിട്ടാനിയയും PGHHും UBLും അതുപോലെ കോൾപ്പാലും ഡാബറും മക്ഡവൽ വരെ മുകളിലേക്കാണ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത്. പ്രോപ്പറായിട്ട് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കാണിക്കുകയും അതിൽ ലീസ്റ്റ് മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത് നെസ്ലെ ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെസ്ലെ ഇൻഡസ്ട്രീസിനെയാണ് ട്രേഡ് ചെയ്യാൻ എടുക്കുന്നത്. ഞാൻ അതിൻ്റെ ചാർട്ടും കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ചാർട്ട് ഇതാണ് VBLൻ്റെ ചാർട്ട് എന്ന് പറയുന്നത്. VBLൻ്റെ ചാർട്ട് നമുക്ക് ആദ്യം നോക്കാം. അതൊരു ഡൗൺ ട്രെൻഡ് ആണ് നമുക്ക് ഉറപ്പിക്കാൻ ആദ്യം നമ്മൾ നോക്കേണ്ടത് VBLൻ്റെ ചാർട്ടാണ്. VBLൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് 22/4/2021. അപ്പോൾ ഈ ഒരു VBLൻ്റെ ചാർട്ടിൽ മുകളിൽ നിന്ന് ഓപ്പണായി താഴെ വരെ വന്ന് ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പോരാ തന്നെ വോളിയം നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ വോളിയം വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ഗ്രീൻ വോളിയം ഹൈ വന്നിട്ടുണ്ടെങ്കിലും അതൊരു കാര്യമായ മൂവ്മെൻറ്റ് മുകളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വോളിയത്തിന് നമ്മൾ ഒരു വാലിഡ് വോളിയമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. വോളിയം വന്നിട്ട് മൂവ്മെൻറ്റ് തരാൻ സാധിക്കാത്തത് ഒരു ഡൗൺ വോളിയമായിട്ട് തന്നെ നമ്മൾ മുകളിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് കുറവിനാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് നമുക്ക് വോളിയം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലും താഴേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ഓവറാൾ ഒരു VBL ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ VBLൻ്റെ പോലത്തെ അടുത്ത സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നു. അതാണ് ഈ പറഞ്ഞ ജുബിൽ ഫുഡ്. ജുബിൽ ഫുഡ് എന്ന് പറയുമ്പോൾ 22 ഇതാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടൽ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. രാവിലത്തെ 15 മിനിറ്റ് നമുക്ക് ഓപ്പണിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം ആ 15 മിനിറ്റ്സ് കാരണം അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകും. രാവിലെ തുടങ്ങുന്ന ക്യാൻഡിൽ അത് ഏത് ക്യാൻഡിലാണോ എടുക്കുന്നത്, 5 മിനിറ്റ് ആണോ 15 മിനിറ്റ് ആണോ 1 അവർ ആണോ, അത് നമുക്ക് ആക്യുറസി എപ്പോഴും കുറവായിരിക്കും. അത് നമ്മൾ നോക്കാതെ നെക്സ്റ്റ് ക്യാൻഡിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രേക്കൗട്ട് വോളിയം കൂടുതലായിട്ട് വന്നിട്ടുള്ള എല്ലാം ഗ്രീനാണ്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് തന്നെയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന അനാലിസിസ് ഒക്കെ ഞാൻ ഇത്ര സ്പീഡിന് പറഞ്ഞു പോകുന്നത് ഈ വോളിയം അനാലിസിസിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. വോളിയം അനാലിസിസിനെ പറ്റിയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വോളിയം ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് ഡയറക്ഷനും സ്ട്രെങ്തും ഒക്കെ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഇട്ടേക്കാം, കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ജുബിൽ ഫുഡ് നമ്മൾ നോക്കിയതുപോലെ തന്നെ ഓരോ സ്റ്റോക്കായിട്ട് ITC അങ്ങനെ ഓരോന്നായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ ഒരു ജനറൽ അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ട്രെൻഡ് മാർക്കറ്റൊക്കെയാണ് കണ്ടത്. പ്രോപ്പറായിട്ട് ഏറ്റവും ഫസ്റ്റ് കിട്ടിയത് നമുക്ക് ഡൗൺ ട്രെൻഡിൽ കിട്ടിയത് നെസ്ലെ ഇൻഡസ്ട്രീസിൻ്റെയാണ്. 50 മിനിറ്റ്സ് ചാർട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഇതിപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഒരു ചാർട്ട് നമുക്ക് കിട്ടും. 15 മിനിറ്റ്സിന് പോയാൽ നമുക്ക് വേണമെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും വോളിയം ഉപയോഗിച്ചിട്ട് ഇതിന് ഡൗൺ ട്രെൻഡ് ആണോ അപ് ട്രെൻഡ് ആണോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത് കണ്ടായാലും നമുക്കറിയാൻ പറ്റും. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴേക്കൊരു ലൈൻ വരയ്ക്കാൻ നമുക്ക് കഴിയും. അതും ഡൗൺ ട്രെൻഡ് ആണ് എന്നാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വോളിയം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കണ്ട, പക്ഷേ കൺസിക്വൻ്റ് വന്നിട്ടുള്ള ഈ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു വോളിയം നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡാണ്. പക്ഷേ ഈ ഒരു വോളിയം ബ്രേക്കൗട്ട് ചെയ്ത ഗ്രീൻ വോളിയം ആണെങ്കിലും ഈ ഒരു കഴിഞ്ഞ ക്യാൻഡിലിനെ അത് ബ്രേക്ക് ചെയ്ത് പോകാത്തതുകൊണ്ട് തന്നെ അത് നേരത്തെ പറഞ്ഞ വാലിഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നും മുകളിലേക്ക് പോയിട്ട് റീട്രേസ്മെൻറ്റ് കഴിഞ്ഞൊക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നെസ്ലെ ഇൻഡസ്ട്രീസ് നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, നമുക്ക് ട്രേഡ് തരുന്നതോ പ്രോഫിറ്റ് തരുന്നതോ ഒക്കെ രണ്ടാമത്തെ കാര്യം. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും, ഈ ഒരു സ്റ്റോക്ക് റിവേഴ്സായി മുകളിലേക്ക് പോവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അതങ്ങനെ അപ്പോൾ റിവേഴ്സായി മുകളിലേക്ക് പോകില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ന്യൂട്രലായി നിൽക്കും അല്ലെങ്കിൽ ഡൗണായി നിൽക്കും. ഡൗണിലേക്ക് പോയാൽ നമുക്ക് പ്രോഫിറ്റാണ്. ന്യൂട്രലായി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല. അപ്പോൾ ഇൻട്രാഡേയിലെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞാൽ ലോസ് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് എന്തെങ്കിലുമൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു പ്രോബ്ലം ഉള്ള കാര്യമില്ല. നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഉണ്ടായില്ലെങ്കിൽ എന്തായാലും ഒന്നുകിൽ നോ ലോസ് നോ പ്രോഫിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്. ഇതിലേതെങ്കിലും നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതാണ്
നമ്മൾ സെക്ടർ വൈസിൽ നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്, അതായത് ഒരു സെക്ടർ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ടറിൻ്റെ പെർഫോമൻസ് എങ്ങോട്ടാണ്, പെർഫോമൻസ് ആണോ അതോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് നോക്കിയിട്ട് ആ ഒരു ഹയസ്റ്റ് മൂവിങ് സ്റ്റോക്കുകളെ ട്രേഡ് ചെയ്യുന്നതിന് പകരം ആ ഒരു സെക്ടർ ഇപ്പോൾ താഴേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ടർ താഴേക്ക് പോകുന്നതിൻ്റെ ചുവട് പിടിച്ച് മറ്റ് സ്റ്റോക്കുകളും ആ ഒരു സെക്ടറിലുള്ള മറ്റ് സ്റ്റോക്കുകളും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ താഴേക്ക് ആൾറെഡി പോവാത്ത സ്റ്റോക്കുകൾ നമ്മൾ എടുത്ത് താഴേക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡൗൺ വൈസ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ബാങ്കിങ് സ്റ്റോക്കുകളുടെ കാര്യം വെച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന FMCG സെക്ടറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ബാങ്കിങ്, ഇപ്പോൾ നിഫ്റ്റി ബാങ്കാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. FMCG സെക്ടർ ഒന്ന് നോക്കി ശേഷം നമ്മൾ ജസ്റ്റ് ബാങ്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ നമ്മളെ പെർസെൻറ്റേജ് മൂവ്മെൻറ്റ് എല്ലാം ഗ്രീനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു വെറും ഒരു സ്റ്റോക്ക് മാത്രം 0.55 റെഡിലാണ് കിടക്കുന്നത്. അത് 1%-ന് താഴെ വന്നിട്ടില്ല. അപ്പോൾ അതും ഒരു വലിയൊരു മൂവ്മെൻ്റ് ആക്കി എടുക്കേണ്ട. ഇൻഡസ്ഇൻഡ് ബാങ്ക് മാത്രമാണ് 1%-ന് താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് കാലമായിട്ട് ഡൗൺ ട്രെൻഡിലും കൂടി തന്നെയാണ് ഒരു സ്റ്റോക്ക് തുടരുന്നത്. മറ്റ് സ്റ്റോക്കുകളും പലതും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും നമ്മൾ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും മുഴുവൻ സ്റ്റോക്കുകളും ഒരു ഗ്രീൻ ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൽ AU ബാങ്കാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ആ 4.68% ഉള്ള AU ബാങ്ക് ട്രേഡ് ചെയ്യാതെ നമ്മൾ ചെയ്യേണ്ടത് ഇൻഡസ്ഇൻഡ് ബാങ്ക് മുതൽ തുടങ്ങും. ഫോർ എക്സാമ്പിൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് ചിലപ്പോൾ ഒരു 3% നിന്നാണോ -1.10% എത്തിയാൽ നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ അത് മാർക്കറ്റ് ടൈമിൽ ചിലപ്പോൾ ഇനിയും കയറി എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ചാർട്ട് മുതൽ നോക്കി ഫെഡറൽ ബാങ്ക്, അതുപോലെ ബന്ധൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നുള്ളത് നോക്കി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമുക്കൊരു ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കിട്ടും. രണ്ടാമത്തെ കാര്യം നമുക്ക് പ്രോഫിറ്റ് കുറേ കൂടെ വലുത് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നാച്ചുറലി നമ്മൾ സ്റ്റോപ്പ് ലോസ് ടു ടേക്ക് പ്രോഫിറ്റ് റേഷ്യോ കൂടുകയും അതുപോലെ തന്നെ നമ്മൾ വിന്നിങ് പെർസെൻറ്റേജ് വളരെ വലുതായിട്ട് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓവറാൾ നമുക്ക് പ്രോഫിറ്റിൽ ട്രേഡ് തുടരാനും നമുക്ക് പറ്റും. അതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ, അതായത് സെക്ടർ ബേസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടെക്നിക്കിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എല്ലാം പുതിയ വീഡിയോസിൻ്റെ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ.